എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് വഴക്കുണ്ടാക്കിയ സങ്കടത്തിൽ സ്റ്റാൻലി രാവിലെ തന്നെ മദ്യപിക്കാൻ തുടങ്ങിയേക്കുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് ആ കുട്ടിച്ചായം വരും. എന്നിട്ട് നീ രാവിലെ തുടങ്ങിയോ, ഇതെന്നാണ് 2 ഗ്ലാസ് ഒഴിച്ച് വെച്ചേക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ വന്ന് കമ്പനി കൂടും എന്ന് കരുതിയാണോ നീ 2 ഗ്ലാസ് ഒഴിച്ച് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുവാണ് 2 ഗ്ലാസും എനിക്ക് വേണ്ടി തന്നെയാണ്, ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞ് അന്നേരം തന്നെ മറ്റേത് കുടിക്കാനാണ്, അതിനിടയ്ക്ക് ഗ്യാപ്പ് ഇടാൻ പറ്റിയല്ല എന്ന് പറയുമ്പോൾ എന്നതാടാ ഈ കാണിക്കുന്നത്, നീ അലീനയായിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് വഴക്ക് ഉണ്ടാക്കിയോന്നോ, അവൾക്ക് 2 തല്ലിൻ്റെ കുറവുണ്ട്, അത് കിട്ടാത്തതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ എന്നാ ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ അവളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് അടുക്കളയിൽ പോകരുത്, അവിടെയുള്ള പ്രശ്നങ്ങളിലൊന്നും തലയിടരുത്, നിനക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതെല്ലാം മേടിച്ച് തരാം, വേണമെങ്കിൽ പാസ്പോർട്ട് എടുപ്പിച്ച് ലോകം മൊത്തം ചുറ്റിക്കറങ്ങാം, എന്ത് സൗകര്യങ്ങൾ വേണേലും സെറ്റാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വെറുതെ അടുക്കളയിൽ പോയി പൗലോസിനോട് വഴക്കുണ്ടാക്കിയേക്കുന്നു, അതിൻ്റെ ആവശ്യം എന്താ, അവൾ കാണിച്ചത് അഹങ്കാരമല്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പം അത് കുട്ടിച്ചായം പറയുന്നുണ്ട് ഒരഹങ്കാരവും ഇല്ല, പൗലോസ് കാണിച്ചത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാനും അവിടെ നിന്ന് 2 ചീത്താവനം പറഞ്ഞായിരുന്നല്ലോ, അതിനെന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുവാണ് അപ്പച്ചന് അവന് വേണമെങ്കിൽ വഴക്ക് പറയാം, കാരണം അപ്പച്ചൻ പ്രായമായ ആളാണ്, അതുപോലെയാണോ അലീന ഇവിടെ വന്ന് അയാളെ ഭരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി, അയാളുടെ പകുതി പ്രായമുള്ള പെണ്ണ് അയാളെ ഭരിക്കാൻ ചെന്നേക്കുന്നു, അതിൻ്റെ ദേഷ്യത്തിൽ അയാൾ എന്തെങ്കിലും കാണിച്ചു വെച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പം അത് കുട്ടിച്ചായം പറയുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത്, നിന്നെ അനുസരിക്കുന്നത് പോലെ തന്നെ അവർ അലീനയെ അനുസരിക്കണം, അവരുടെ മുതലാളിയുടെ മകളാണ് എന്നറിഞ്ഞിട്ടും അവളെ അനുസരിക്കാനോ അവൾ പറയുന്നത് കേൾക്കാനോ അവൻ തയ്യാറായില്ല, അവൻ കാണിച്ചതല്ലേ തെറ്റ് എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് ഇവളിങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യുന്നത്, അവൾ ഇവിടെയുള്ള പണിക്കാരോടെല്ലാം വഴക്കുണ്ടാക്കി അവരെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ 2-3 വർഷങ്ങൾക്ക് ശേഷം അലീന വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകും, പിന്നെ എൻ്റെ വായിക്ക് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും പിന്നെ ഇവിടെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കുട്ടിച്ചായം പറയുന്നുണ്ട് അതും നേരൊക്കെ തന്നെയാണ് എന്ന്. ഇതോടെ കേൾക്കുന്നേക്കും സ്റ്റാൻലിക്ക് പിന്നെ ദേഷ്യമാണ്. സ്റ്റാൻലി പറയുവാണ് അലീനയുടെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അവളെ അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പം എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞ ആളാണ് അപ്പച്ചൻ, എന്നിട്ടിപ്പോൾ അപ്പച്ചൻ അവളുടെ കൂടെ നിന്നാണ് പലപ്പോഴും എന്നോട് സംസാരിക്കുന്നത്, ഇതെന്താ ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ ആണുങ്ങളിലെ സ്വൈര്യം കെടുത്തുവാണല്ലോ എന്നുള്ള രീതിയിൽ കുറേ സംസാരിക്കും. എന്നിട്ട് അത് കുട്ടിച്ചായനോട് ചോദിക്കുവാണ് ഇങ്ങനെ തന്നെയായിരുന്നോ അമ്മച്ചിയും എന്ന്. അന്നേരം അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അമ്മച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെട്ട് ഞാൻ കണ്ടിട്ടില്ല, അമ്മ അങ്ങനെയല്ല ജീവിച്ചിരുന്നത് എന്ന് പറയുമ്പം അത് കുട്ടിച്ചായം പറയുന്നുണ്ട് സങ്കടവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, പക്ഷെ അതെല്ലാം വന്ന് പറയുന്നത് വൈകിട്ട് കിടക്കാൻ മുറി കയറുമ്പോഴായിരിക്കും, അതെല്ലാം ഞാൻ കേട്ടോണ്ട് കിടക്കുമായിരുന്നു, പക്ഷേ ഇവിടുത്തെ ചിന്നമ്മ അങ്ങനെയല്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടെങ്കിൽ അന്നേരം തന്നെ പ്രതികരിക്കും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾ നെഞ്ചിൽ തീപ്പൊരിയുള്ള പെങ്കൊച്ചാടാ, അതുകൊണ്ട് അവളെ അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും സ്റ്റാൻലിക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാരണം സ്റ്റാൻലിയെ അനുസരിച്ച് മാത്രം നിന്ന മനുഷ്യരാണല്ലോ ഇത്രയും നാളും ചുറ്റും ഉണ്ടായിരുന്നത്. എന്നിട്ട് സ്റ്റാൻലിയോട് അവതുകുട്ടി ഞാൻ ചോദിക്കും അടുക്കളയിലെ പ്രശ്നം അടുക്കളയിൽ തീർന്നായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ അവളുടെ പുറകെ പോയി അവളോട് വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പം പിന്നെ എനിക്ക് കാര്യങ്ങൾ ചോദിക്കണ്ടേ, ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് ഞാൻ പോയി സംസാരിച്ചത് എന്ന് പറയുമ്പം അവതുകുട്ടി ഞാൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി, ആരാ ജയിച്ചത്, അപ്പം ജയിച്ചോ അതോ മോള് ജയിച്ചോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് അവൾ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് അവൾ അനാഥാലയത്തിൽ കഴിഞ്ഞ കാര്യം പറഞ്ഞു, ഞാനിവിടെ ആർഭാടത്തിൽ കഴിയുമ്പോൾ അവളുടെ അനാഥാലയത്തിൽ പട്ടിണിയായിരുന്നു, ഇച്ചില് പോലും കഴിക്കാൻ കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനിക്കാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് എന്ന്, പക്ഷേ അനാഥാലയത്തിൽ പട്ടിണി കിടന്നു എന്ന് പറയുമ്പോൾ അതിൽ ആരാ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പം ഇത്തിരി വിഷമം വരുന്നുണ്ട്. അത് കുടിച്ചാനെങ്കിലും പറയും സാരമില്ലടാ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി നീ അവളോട് വഴക്കിനൊന്നും ചെല്ലണ്ട, വഴക്കൊന്നും പറയണ്ട എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് അവളുടെ ഈ സ്വഭാവം വെച്ച് മുന്നോട്ട് പോയാൽ അതൊന്നും നടക്കും എന്ന് തോന്നുന്നില്ല എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് എടാ നിൻ്റെ മോള് ആത്മാർത്ഥതയുള്ളവളാണ്, സത്യസന്ധത ഉള്ളവളാണ്, അതുപോലെ മനസ്സിൽ ഒരുപാട് സ്നേഹവും കരുണയും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, അങ്ങനെയുള്ള മക്കളെ കിട്ടാനല്ലേടാ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഏതായാലും ഞാൻ അവളോട് നിനക്ക് വേണ്ടി സംസാരിക്കാം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ട എന്ന്. അന്നേരം നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവാണ് വല്യപ്പച്ചൻ. അന്നേരം അലീന ആകെ വിഷമിച്ച് ഒന്ന് കരയുകയൊക്കെ ചെയ്തു, സ്റ്റാൻലി വഴക്ക് പറഞ്ഞത് സങ്കടമായി, അതായത് അങ്ങനെ
വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലും അവത്തുക്കുട്ടി ചായൻ. എന്നിട്ട് ചോദിക്കും, എന്താ നീ കരയുമായിരുന്നോ, എന്നാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരഞ്ഞൊന്നുമില്ല, ഒന്ന് തുമ്മിതാ എന്ന് പറയും. അന്നേരം ഈ തുമ്മൽ എനിക്കറിയാം, ഏതായാലും നീ സ്റ്റാൻലിയുടെ വഴക്കിന് പോകണ്ടായിരുന്നു, അത് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണ് എന്ന് അപ്പച്ചന് മനസ്സിലായി, വല്യപ്പച്ചന് മനസ്സിലായില്ലേ, ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവനെ ഇതൊന്നും തീരെ ഇഷ്ടമല്ല, അവനെ അനുസരിക്കുന്ന ആൾക്കാർ മാത്രമേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ, പട്ടാളത്തിലായിരുന്നാലും അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പം അലീന വയ്ക്കും, പട്ടാളത്തിലേ കീഴ് ജോലിക്കാർ ആയിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്, കേണലിന് മുകളിലും ആൾക്കാരില്ലായിരുന്നോ, അവരെ അനുസരിച്ചിട്ടില്ലേ ഈ കേണൽ. പിന്നെ ഒരു കാര്യം അപ്പച്ചൻ മോനോട് പോയി പറയണം, ഇപ്പം പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയറായി ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന്, ഇപ്പോഴും പട്ടാളക്കാരനാണ്, കേണലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരും അനുവദിച്ചു കൊടുക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവത്തുക്കുട്ടി ചായൻ പറയുന്നു, അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകണ്ട, മോളെ അവൻ ഇവിടുന്ന് പറപ്പിക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, പിന്നെ പറപ്പിക്കും, ഇങ്ങോട്ട് പറപ്പിക്കാൻ വരട്ടെ, ഇത്രയും ദിവസം ഞാൻ കരുതിയത് എന്തെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് പോകണമെന്നാണ്, പക്ഷേ ഇനി ഞാൻ പോവുകയില്ല, ഞാൻ ഫൈറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുമ്പം അതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പം പറ്റും, നോക്കിക്കോ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ സ്റ്റാൻലി പാപ്പയ്ക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ, അവരാരും ഇങ്ങോട്ട് വരാറില്ലല്ലോ, ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായി ആരും ഇങ്ങോട്ട് വന്നില്ല, അവരെ ആരും ഫോൺ വിളിക്കുന്നതും കണ്ടില്ല, അവരാരും ഇങ്ങോട്ട് വിളിക്കുന്നതും കണ്ടില്ല, എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടില്ല കേട്ടോ അത് കുട്ടിച്ചാൻ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ പറയുവാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം, അവരവിടെ അഞ്ചലിൽ സുഖമായിട്ട് ജീവിക്കുന്നു, ഇവൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം അലീന ചോദിക്കും, ഇതൊക്കെയാണോ സുഖമായിട്ട് ജീവിക്കുന്നത്, ഇതൊക്കെ ഒരു ജീവിതമാണോ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അതൊക്കെ കുഴിമാന്തി ഞാൻ പുറത്തെടുത്തിടും, എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു വല്യപ്പച്ചൻ എന്ന് പറയുമ്പം മോളെ അതൊന്നും ചെയ്യാൻ പോകണ്ട, അതൊന്നും അവന് ഇഷ്ടമല്ല, അവൻ അതെല്ലാം നല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചേക്കുക, മോളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറയുമ്പം വല്യപ്പച്ചൻ കണ്ടു, ഏതായാലും ഞങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായെങ്കിൽ വല്യപ്പച്ചൻ ആരുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പം ഞാൻ ആരുടെ കൂടെ നിൽക്കണം എന്ന് ചോദിക്കും. അന്നേരം ആരുടെ കൂടെ വേണമെങ്കിൽ നിന്നു, എനിക്ക് കുഴപ്പമില്ല എന്ന് ഇങ്ങനെ കുഞ്ചി പറയുന്ന പോലെ പറയുക. അന്നേരം അവത്തുക്കുട്ടി ചായൻ പറയുന്നുണ്ട്, ഇത്രയും നാളെ ഞാൻ സ്റ്റാൻലിയുടെ കൂടെയാണ് നിന്നത്, പക്ഷേ ഇപ്പുറത്ത് ചിന്നമ്മ തന്നെ നിൽക്കുമ്പോൾ ഞാൻ ചിന്നമ്മയുടെ കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ അതാണ്, ഇനി നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഈ സ്റ്റാൻലി പപ്പയോട് സമരം ചെയ്യണം, എന്നിട്ട് ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് നോക്കാം എന്ന് അവത്തുക്കുട്ടി ചായനും പറയുന്നുണ്ട്. പിന്നെ വൈകിട്ടായി, രാത്രിയായപ്പോഴത്തേക്കും അലീന മനുവിനെ വിളിക്കുന്നു, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്, ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നുണ്ട്, അവിടെ ഞാൻ വഴക്ക് കണ്ടാൽ മാറിപ്പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം ഞാൻ വഴക്കുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്, നീ അറിയത്തില്ലാത്തൊരു വീട്, അറിയത്തില്ലാത്ത കുറേ മനുഷ്യർ, അവരുടെ കൂടെയല്ലേ നീ നിൽക്കുന്നത്, എന്നിട്ട് ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പം പിന്നെ എങ്ങനെയാണ് മനുവേട്ട ഞാൻ ഇത് ചെയ്യാതിരിക്കുന്നത്, എനിക്ക് ഈ വീട്ടിൽ യാതൊരു ജോലിയില്ല, അടുക്കളയിൽ കയറുകയേ വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോകും ഞാൻ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ പപ്പയാണെങ്കിൽ രാവിലെ തൊട്ട് മദ്യപാനം തുടങ്ങും, എന്തോരം മദ്യവ കുടിച്ച് തീർത്തേക്കുന്നതെന്നറിയാമോ, ബാക്കിൽ ഒരു ടാങ്ക് നിറച്ച് അതിൻ്റെ കുപ്പികളാണ് കിടക്കുന്നത് എന്ന് പറയുമ്പം മനു ചോദിക്കും, സ്നേഹത്തോടെ പറഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ എന്ന്. അന്നേരം അതൊന്നും സാധിക്കത്തില്ല, അങ്ങോട്ട് ഒരു ഉപദേശം അങ്ങ് ഏൽക്കുകയില്ല, ഇപ്പോഴും പട്ടാളക്കാരനാണെന്നും പട്ടാളത്തിലെ കേണലാണെന്നും ബാക്കിയുള്ളവർ ഭൃത്യന്മാരാണെന്നും ഒക്കെയാണ് വിചാരം, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിന്നെ അവിടുന്ന് അങ്ങേര് പറപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഞാനിവിടുന്ന് പോരത്തൊന്നുമില്ല, ഞാൻ ഇവിടെ സമരം ചെയ്യും, ഇവിടെ തന്നെ പിടിച്ച് നിൽക്കുമെന്നൊക്കെ പറയുമ്പം ഇതൊക്കെ നടക്കുമോ, ഇനിയിപ്പം നിന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരേണ്ടി വരുമോ, ഒരു താലിച്ചരടും കല്യാണസാരിയും മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിരിയോടെ ഇരിക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനിയും അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ അലീന മനുവിനോട് പറയുന്നുണ്ട്, നെടുമ്പുരയ്ക്ക് പോയി എല്ലാവരെയും കാണണം, പിള്ളേരാകെ വിഷമത്തിലാണ്, ഇത്തിരി മുറ്റാണ് വൈജയന്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ കേട്ടുകൊണ്ട് തന്നെ ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറയുന്നു. അലീന പറഞ്ഞതുകൊണ്ട് മനു നെടുമ്പുരയ്ക്കിലേക്ക് വരുവാണ്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ വൈജയന്തിയുടെ ചൊറിഞ്ഞ സ്വഭാവമാണെന്ന് പിള്ളേർ തന്നെ മനുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് മനു വൈജയന്തിയായിട്ട് സംസാരിക്കുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലായിരുന്നു ആൻറ്റിക്ക്, ആൻറ്റിയുടെ അമ്മയും മക്കളും ആങ്ങളമാരും അടക്കം ആൻറ്റി എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യമില്ലേ, അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നാ കാര്യമുണ്ടെന്നാണ് നീ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം മനു പറയുവാണ്, അവർക്കെല്ലാവർക്കും ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം, അതുകൊണ്ട്
അതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്ന്. അന്നേരം ഒന്ന് ഞെട്ടി വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ് വൈജയന്തി. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മനു പറയുന്നുണ്ട്, ആൻറ്റി ഒരു കാര്യം ഓർക്കണം, അലീനെ ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു തോന്നലില്ലേ, ആ തോന്നൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ സിമ്പിളായിട്ട് അലീനെ ഒരിക്കലും ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കത്തില്ല. അത് നടക്കുമെന്ന് കരുതുകയും വേണ്ട എന്ന് പറയുമ്പം, നീ എന്താ മനു ഈ പറഞ്ഞു വരുന്നത്, നീ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, എനിക്ക് മനസ്സിലായില്ല, നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുവിനോട് ഓരോന്നും കിള്ളി ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. എന്തൊക്കെയോ സംശയങ്ങളോ പേടിയോ ഒക്കെ ഉണ്ട് വൈജയന്തിക്ക്. ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടിച്ചായൻ കുറേ ദിവസമായില്ലേ പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അന്നേരം അലീന പറയും, ഇന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പറയുമ്പം, ഇന്ന് പറ്റത്തില്ല, നാളെ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, ഞാൻ തനിച്ചായപ്പോൾ വലിയപ്പച്ചനോട് ഇവിടുന്ന് പോയാൽ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.